ഹായ് ഗൈസ്. ഞാൻ 2 മാസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ ഇതാണ്, വിവോ X300 Pro. ഇത് ലോഞ്ച് ചെയ്ത ടൈമിൽ ഞാൻ പ്രീ ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. നമ്മുടെ റിലയൻസിന്റെ സ്റ്റോറിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. കുറച്ച് ഓഫേഴ്സ് ഒക്കെ കിട്ടിയായിരുന്നു ആ ടൈമിൽ. ഓൺലൈനിലെ ഓഫറിനെക്കാളും ബെറ്റർ ആയിട്ട് ഓഫ്ലൈനിൽ കിട്ടിയതുകൊണ്ടാണ് വിവോയുടെ റിലയൻസിന്റെ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് S24 Ultra ആയിരുന്നു. അതിന്റെ ബാറ്ററി ബാക്കപ്പ് എനിക്കൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഫോൺ ചേഞ്ച് ചെയ്തത്. പക്ഷേ ആ ഫോൺ ചേഞ്ച് ചെയ്തതിൽ ഐ എം റിയലി ഹാപ്പി നൗ. സോ വേറെ ഒരു ഫോൺ എടുക്കണമെന്ന് ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് വേറെ കുറെ ചോയ്സസ് ഉണ്ടായിരുന്നു. എന്നാലും ഇറ്റ് നാരോഡ് ഡൗൺ ടു വിവോ X300 Pro. ഇതിന്റെ റിവ്യൂസ്, യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് ഞാൻ നല്ലപോലെ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഫോൺ എടുത്തത്. ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഈ ഫോണിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഇതിന്റെ ആ അൺബോക്സിംഗ് തൊട്ട് ഐ വാസ് ഇംപ്രസ്ഡ്. ബിക്കോസ് നമുക്ക് ഇപ്പം സാംസങ്ങിന്റെ ഒരു ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരു ചാർജർ പോലും കിട്ടില്ല. മെയിൻ ആയിട്ട് ഇതിനകത്ത് ഇപ്പം 90 വാട്ട് ചാർജർ ഓൾറെഡി ബോക്സിൽ തന്നെ പ്രൊവൈഡഡ് ആണ്. പിന്നെ ഇറ്റ് സപ്പോർട്ട്സ് 40 വാട്ട് വയർലെസ് ചാർജിങ് ഓൾസോ. ഇതിന്റെ മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററി ലൈഫ് ആണ്. 6500 mAh ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി ലൈഫ് അടിപൊളിയാണ്. ഒരു മോർ ദാൻ 9 hours സ്ക്രീൻ ഓൺ ടൈം എനിക്ക് കിട്ടുന്നുണ്ട്. എവറി ഡേ ഒരു ഫുൾ ചാർജിൽ എൻ്റെ ഒരു 1 day പ്ലസ് എനിക്ക് യൂസേജ് കിട്ടുന്നുണ്ട്. പിന്നെ പിന്നെ പറയാനാണെങ്കിൽ ഫോണിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ 1.5K LTPO AMOLED ഡിസ്പ്ലേ ആണ്. ഇറ്റ് സപ്പോർട്ട്സ് 1 billion കളേഴ്സ്. അതിന്റെ കളേഴ്സ് ഒക്കെ നല്ല പഞ്ചിയാണ്. നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. ഔട്ട്ഡോറിലും ഇൻഡോറിലും എല്ലാം യൂസ് ചെയ്യാൻ നല്ലപോലെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു സാംസങ് S24 Ultra'യുടെ 2K ഡിസ്പ്ലേയിൽ നിന്ന് 1.5K ഡിസ്പ്ലേയിലേക്ക് വന്നതിന്റെ ഒരു മാറ്റം ഞാൻ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഐ വാസ് റിയലി സ്കെപ്റ്റിക്കൽ അബൌട്ട് ദാറ്റ്. ഞാനത് വളരെ ഡൗട്ട്ഫുൾ ആയിരുന്നു. അത് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുമെന്ന് ഞാൻ ഓർത്തിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇല്ല. ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി അടിപൊളിയാണ്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസും സൂപ്പറാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ UA കുറിച്ച് പറയാം. വിവോയുടെ UAയിൽ ഒരു മെയിൻ ഇഷ്യൂ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ അവർ ഫൺ ടച്ച് വോയിസ് വെച്ചാണ് റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 2025 ലാസ്റ്റ് ടൈം അവർ റിലീസ് ചെയ്ത എല്ലാ ഫോൺസിലും ഒറിജിൻ വോയിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പം ഇപ്പോഴുള്ള ഇറങ്ങുന്ന എല്ലാ വിവോ ഫോൺസും ഐക്യു ഫോൺസിലും ഒറിജിൻ വോയിസ് ആണ്. സോ ഞാൻ ഏറ്റവും കൂടുതൽ വിവോ ഫോൺ എടുക്കുമ്പോൾ കൂടുതൽ റിസർച്ച് ചെയ്ത ഒരു പാർട്ട് അതിന്റെ UA കുറിച്ചാണ്. ബട്ട് നൗ ഐ എം നോട്ട് ഡിസപ്പോയിന്റഡ് വിത്ത് ദിസ് UA. ഈ UA അടിപൊളിയാണ്. നല്ല സ്മൂത്ത് ആണ്. ജിറ്റേഴ്സ്, ലാഗ്സ് അങ്ങനെ ഒന്നും ഈ UA ഇല്ല. എല്ലാം തന്നെ നല്ലപോലെ വർക്ക് ആവുന്നുണ്ട്. ഇപ്പം 1 UAയിൽ നിന്ന് സ്വിച്ച് ചെയ്ത് ഒറിജിൻ വോയിസിലേക്ക് വന്നതിൽ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് റിയലി യൂസർ ഫ്രണ്ട്ലി ആക്ച്വലി. ആൻഡ് പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, MediaTek Dimensity 9500 ആണ് പ്രൊസസ്സർ. അത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 808 Gen 5 പ്രോസസ്സറിനെ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു പ്രൊസസ്സറാണ്. ബട്ട് പണ്ട് തൊട്ട് മീഡിയടെക്കിന്റെ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസ് നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് ഒരു പ്രശ്നമായിരുന്നു പല ഫോണുകളിലും. ഈവൻ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ പോലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നൗ എവറിഥിങ് ഈസ് ഇംപ്രൂവ്ഡ്. ഈവൻ മീഡിയടെക് processors, some of the MediaTek processors are even better than the Snapdragon competitors at that price range. അപ്പം ആ ഒരു ലെവലിലാണ് ഇപ്പം. ഈ പ്രൊസസ്സർ അടിപൊളിയാണ്. ഒരു ലാഗും ജിറ്ററും ഇല്ല. എല്ലാം നല്ലപോലെ സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഗെയിംസ് ആണെങ്കിൽ പോലും ഞാനിതിൽ BGMI, കോൾ ഓഫ് ഡ്യൂട്ടി, അതുപോലെ Wuthering Waves എല്ലാം കളിച്ചു നോക്കി. എല്ലാം നല്ലപോലെ പെർഫോം ആകുന്നുണ്ട്. പിന്നെ ബാറ്ററി ലൈഫ് ആണെങ്കിലും 6500 mAh ഒരു ബാറ്ററി ഉണ്ട്. 90 watt ഫാസ്റ്റ് ചാർജ് വെച്ച് നമ്മൾ പെട്ടെന്ന് ചാർജ് ആവുന്നതാണ്. ആ ബാറ്ററി നമുക്ക് നല്ലപോലെ ബാറ്ററി ലൈഫ് തരുന്നതിൽ പ്രൊസസ്സറിനും ഒരു പാർട്ടുണ്ട്. പിന്നെ ഇപ്പം വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറെ നേരം യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഹീറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് വരില്ല. കുറെ നേരം ഗെയിം കളിക്കുകയൊക്കെ ആണെങ്കിൽ ചെറിയൊരു വാംത്ത് ബാക്കിൽ ഫീൽ ചെയ്യും. ബാക്കിൽ ഇവര് ഫൈബർ ഗ്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ഗുണമാണോ എന്ന് അറിയില്ല. വാംത്ത് അല്ലെങ്കിൽ ഹീറ്റ് തീരെ കുറവാണ്. പിന്നെ ഹീറ്റ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കൂൾ ഡൗൺ ആവുന്നുണ്ട്. അപ്പൊ അതൊരു ഇഷ്യൂ ആയിട്ടില്ല. പിന്നെ നമ്മൾ ഔട്ട്ഡോറിൽ കുറെ നേരം ഫോട്ടോസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിലും ഈ ഒരു ഹീറ്റ് ചെറിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ പോലും അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഹീറ്റ് ഇല്ല. ഐ ഡിഡ്ന്റ് ഫേസ് എനി ഇഷ്യൂ ലൈക്ക് ദാറ്റ് ആക്ച്വലി. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ
ഈ ക്യാമറ മൊഡ്യൂള് ഇത്രയും വലുതായിരുന്നത് കൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതായത് ഇൻഹാൻഡ് ഫീലിൽ അല്ലെങ്കിൽ ആ വെയിറ്റ് ബാലൻസിൽ ഒരു ഇഷ്യൂ ഫീൽ ചെയ്യുമെന്ന്. പക്ഷെ ഇല്ല, ദ ഇൻഹാൻഡ് ഫീൽ ഇസ് റിയലി ഗുഡ്. ഏതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണിനും നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ പോലെ ഇതിന്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അടിപൊളിയാണ്. നമ്മളിപ്പോ കയ്യിൽ പിടിക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫീൽ വരുന്നുണ്ട്. ഇത്രയും വലിയൊരു മോഡ്യൂൾ ഉണ്ടായിട്ടും അതിന്റെ വെയിറ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് ബാലൻസ്ഡും ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ക്യാമറാസ് വേറെ ലെവലാണ്. UX300 Pro ഫോണിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഇതിന്റെ ക്യാമറയാണ്. ഒരു 200 മെഗാ പിക്സലിന്റെ ക്യാമറയും അതുപോലെ ലെൻസും, അതുപോലെ 250 മെഗാ പിക്സലിന്റെ ലെൻസും ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾ ദ ഫോട്ടോസ് ഫ്രം ദിസ് ഫോൺ ആർ അമേസിങ്. ലൈക്ക് നോർമൽ ഫോട്ടോസ് ആണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടാണ് കിട്ടുന്നത്. ഇതിൽ ഫോട്ടോസിൽ നമുക്ക് കുറെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഇപ്പം പോർട്രേറ്റിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിനകത്ത് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് നിറയെ ഉണ്ട്. പിന്നെ ഓരോ ഫോട്ടോസും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ക്യാമറയിൽ നിന്ന് എടുത്ത ഫോട്ടോ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം ജസ്റ്റ് നമ്മളിപ്പോ പോക്കറ്റിൽ നിന്ന് എടുത്ത് പോയിന്റ് ആൻഡ് ഷൂട്ട്, നമ്മൾ ഒരാളുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് ഒരു കുറച്ച് നേരം എടുക്കും ഒരു പോർട്രേറ്റ് ഫോട്ടോ പ്രോസസ്സായി വരാൻ. ആ ഒരു സമയം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മാജിക്കൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അത്രയും നല്ലൊരു ക്യാമറയാണ്. ഈവൻ S24 Ultra അല്ലെങ്കിൽ S25 Ultrയെക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇതിന്റെ ക്യാമറ. കളർ കാലിബ്രേഷനും എല്ലാം അടിപൊളിയാണ്. പ്രോസസ്സിങ്ങിന് ചെറിയൊരു താമസം, അതൊരു ക്യാമറയിൽ ആകെ ഞാൻ കണ്ട ഒരു ഇഷ്യൂ അതാണ്. ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ അത് പ്രോസസ്സായി വരാൻ വേണ്ടി ഒരു കുറച്ച് സമയം എടുക്കും. ആ ഒരു ഇഷ്യൂ മാത്രമാണ് ഞാൻ ക്യാമറയിൽ കണ്ടത്. അല്ലാതെ നോക്കുമ്പോൾ അനദർ ലെവൽ ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം മാർക്കറ്റിലുള്ളതില് ക്യാമറ ഫോൺസിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺ ഒന്നാണ് ഈ ഫോൺ. ഇതിന് കോമ്പറ്റീഷൻ ആയിട്ടുള്ളത് ഒപ്പോ Find X9 Pro ആണ്. ഐ എം റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഫോൺ. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലെറ്റ്സ് സേ ഒരു ഫ്ലാഗ്ഷിപ്പ് നോക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും കൺസിഡർ ചെയ്യേണ്ട ഒരു ഫോണാണ്. നിങ്ങളിപ്പോ പുതിയൊരു ഫോൺ വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഗോ ടു എ വിവോ സ്റ്റോർ ആൻഡ് ചെക്ക് ദിസ് ഔട്ട്. നമ്മൾ ഇൻഹാൻഡ് ഫീൽ ഒന്ന് ചെക്ക് ചെയ്യുക, ക്യാമറ കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഫോൺ ലൈക്ക് മേടിക്കുക. സോ ഐ എം റിയലി ഹാപ്പി വിത്ത് ദിസ് ഫോൺ. ഐ എം നോട്ട് അറ്റ് ഓൾ ലൈക്ക് ഡിസപ്പോയിന്റഡ് വിത്ത് മൈ ചോയ്സ്. ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള. കീപ് സപ്പോർട്ടിങ് ദ ചാനൽ. ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ് and subscribe the channel if you haven't done it yet, and follow for more videos. Thank you.